തെറ്റ് ചെയ്തെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ പോലീസുകാർ ടീച്ചറെ കൊണ്ടുപോയത്. അവർ തമ്മിലുള്ള പ്രശ്നത്തിന് മുതലാളിയെ താറടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പോ നിന്റെ മുതലാളി നല്ലവനാന്നാ നീ പറഞ്ഞു വരുന്നേ? ദേ ചേട്ടാ, ലോകത്ത് നല്ലവരും കെട്ടവരും ധാരാളം ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാനും വാവച്ച മുതലാളിയായിട്ട് ചില സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് ദേവേട്ടന് അറിയാവുന്നതല്ലേ. ചില റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളിൽ എൻ്റെ പാർട്ട്ണറുമാണ്. ഇതൊക്കെ അറിയായിരുന്നിട്ടും ദേവേട്ടൻ എന്തിനാ ആ മുതലാളിയായിട്ട് വഴക്കിടാൻ പോയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ മനസ്സമാധാനത്തോടെ ബിസിനസ് നടത്തി 4 കാശുണ്ടാക്കുന്നത് ദേവേട്ടന് ഇഷ്ടപ്പെടാത്തോണ്ടാണോ ഇനി? നിന്റെ ചോദ്യം കൊള്ളാം. എന്നോട് തന്നെ ചോദിക്കണം. നിന്റെ കോളേജ് പഠിത്തം കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടന്ന് നിന്നെ പിടിച്ച് തുടങ്ങി ബിസിനസ്സുകാരനെ കസേരയിലിരുത്തിയത് ഈ ഞാനാ. അത് നീ മറന്നുപോയി. വേണ്ട വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞപ്പോഴും ബിസിനസിന്റെ ചുമതലയൊക്കെ നിന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞ ഞാനാ. കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത എനിക്ക് കൃഷി, ഗ്രാമവും ലളിതമായ ജീവിതമൊക്കെ മതിയെന്ന് ഞാൻ സ്വയം അങ്ങ് തീരുമാനിച്ചതാ. പകരം നീ ബിസിനസ്സുകാരനായി നല്ല നിലയിൽ വരണമെന്ന് ഞാൻ കുറിച്ചത്. എന്നിട്ടിപ്പോ നീ പറയുന്നു നിന്റെ വളർച്ച എനിക്ക് സഹിക്കുന്നില്ലെന്ന്, അല്ലേ? ഇനി ഇപ്പൊ പഴങ്കഥകൾ പാടി നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാനേ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ജീവിക്കുന്നവനാ. പണമായിട്ട് അമ്മാനം ആടുന്നവരാ ആ വാവച്ച മുതലാളിയെ പോലുള്ളവര്. അവരോട് ഏറ്റുമുട്ടുന്നേ സൂക്ഷിച്ചു വേണം. ആരടാ നിന്റെ ഈ മുതലാളി? പുതുമഴയ്ക്ക് തളിർത്ത വെറും തകരാ. അവനെപ്പോലുള്ളവരായിട്ട് കൂട്ടുവെച്ചിടം വേണ്ടെന്ന് ഞാനും അച്ഛനും നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, അല്ലേ? എന്നാ നീ കേട്ടില്ല. ചേട്ടാ, ആരുമായി ബിസിനസ് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന സകല പാപങ്ങളുടെ ഭാരവും നീ തന്നെ പേറേണ്ടി വരും. അത് ഓർത്തോ നീ. വാവച്ച മുതലാളിയായിട്ട് ഇടയരുത്, അത് ആപത്തിന്. എന്റെ പൊന്നുമോൻ ചെല്ല്. വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. ചേട്ടാ, കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്നൊരു ചൊല്ലുണ്ട്. കൂടുതലൊന്നും എനിക്കിപ്പോ പറയാനില്ല, കേട്ടല്ലോ.